പാഠം 686. ഒരു നാടകകൃത്തിന്റെ വേദനകൾ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. ആഹാ, എന്താ മാധവൻകുട്ടി? അത് ഞാൻ എഴുതിയതാണ്. കണ്ടോ? എങ്ങനെയുണ്ട്? വളരെ സന്തോഷം. മാധവൻ കുട്ടിയെ പോലെ ഒരാൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതിൽ എങ്ങനെ സന്തോഷം വരാതിരിക്കും? പിന്നല്ലേ. സത്യത്തിൽ ഞാൻ ആ നാടകം എഴുതിയത് തന്നെ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ആളുകൾ നല്ല നാടകങ്ങൾ കാണട്ടെ. ആ മാധവൻകുട്ടി, എന്തായാലും വിളിച്ചിട്ട് വളരെ സന്തോഷം. കുറച്ച് കഴിയുമ്പോൾ ഞാനത് വരാം. വിളിച്ചത് പലചരക്കടയിലെ മാധവൻകുട്ടിയാണ്. മാധവൻകുട്ടിയുടെ പൈസ നമ്മൾ കൊടുത്തോണ്ടേ. മാധവൻകുട്ടി വിളിച്ചത് പൈസയുടെ കാര്യം പറയാനല്ല, എന്നെ അഭിനന്ദിക്കാനാണ്. അയ്യോ, മോഹനേട്ടൻ അഭിനന്ദിക്കാനോ? പലചരക്കടക്കാരൻ വില്ലേജ് ഓഫീസർ അഭിനന്ദിക്കുന്നു. അതെന്തായാലും കൊള്ളാം. വില്ലേജ് ഓഫീസർ എന്ന നിലയിലല്ല, ഒരു നാടകകൃത്ത് എന്ന നിലയിലാണ് എന്നെ മാധവൻകുട്ടി ഇപ്പൊ ഈ അഭിനന്ദിച്ചത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി വായനശാലക്കാർ അവതരിപ്പിക്കുന്ന നാടകം ഞാൻ എഴുതിയതാണെന്ന് മാധവൻകുട്ടി ഇപ്പോഴാണ് അറിയുന്നത്. നാടകത്തിന്റെ റിഹേഴ്സൽ വായനശാലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ നാടകം കണ്ടപ്പോ എന്നെ അഭിനന്ദിക്കണം, അഭിനന്ദിച്ചേ മതിയാകൂ എന്ന് മാധവൻകുട്ടിക്ക് തോന്നി. അത്ര ഉണ്ടായിരുന്നുള്ള കാര്യം. അത് ചെറിയ കാര്യമാണ്. അമേ, ഈ നാട്ടിലെ ഓണാഘോഷത്തിന് ഒരു പുതിയ നാടകം വേണം എന്ന് തോന്നിയപ്പോ വായനശാലക്കാർ നേരെ വന്നത് വില്ലേജ് ഓഫീസിലേക്കാണ്. അതെന്തുകൊണ്ടാ? വില്ലേജ് ഓഫീസർ ഒരു നാടക കമ്പനിയാണെന്ന് അവർക്ക് തോന്നിട്ടുണ്ടാവും. അതുകൊണ്ടല്ല, വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ സാറ് സാഹിത്യത്തിലൊക്കെ വലിയ പിടിപാടുള്ള ആള് കൂടിയാണ് എന്ന സത്യം അവർക്കറിയാന്നുള്ളതുകൊണ്ട്. അവര് വന്ന് എന്നോട് പറഞ്ഞെന്നറിയാമോ ഭാമേ? എന്താ? ഈ നാട്ടിൽ ഒരു നാടകം എഴുതാൻ തക്ക സാമർഥ്യമുള്ള ഒരേ ഒരാൾ കെ മോഹനകൃഷ്ണൻ സാറാണ്. നിനക്ക് എന്റെ അത്തരം കഴിവുകളെ പറ്റി ഒരു ബഹുമാനം ഉണ്ടാവില്ലല്ലോ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലാണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ. പക്ഷേ എനിക്ക് ഒരു സാധാ വക്കീലായ നിന്റെ അംഗീകാരത്തിന്റെ ആവശ്യമില്ല. ഓണാഘോഷത്തിന് എന്റെ നാടകം സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവും മോഹനകൃഷ്ണൻ ആരാണ് എന്ന്. എങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസർ പണി രാജിവെച്ചിട്ട് നമുക്കൊരു നാടക ട്രൂപ്പ് തുടങ്ങിയാലോ? നാടകം എഴുത്ത് മാത്രമാക്കണ്ട, നാടക സംവിധാനം, നായകനായിട്ടുള്ള അഭിനയം, അങ്ങനെയല്ല. എന്റെ മോഹനേട്ടൻ ഒരു സകലകലാ വല്ലഭനല്ലേ. ഇതിനുള്ള മറുപടി എന്റെ കയ്യിലുണ്ട്. അതിനുമുമ്പ് വന്ന ആരാണെന്ന് നോക്കട്ടെ. ചിലപ്പോ ആരെങ്കിലും പുതിയ നാടകം ബുക്ക് ചെയ്യാൻ വന്നായിരിക്കും. മരിച്ചുപോയ നിന്റെ അച്ഛന്റെ ആത്മാവ്. പക്ഷേ നരകത്തിൽ കളിക്കാനുള്ള നാടകം എന്റെ കയ്യിലില്ല. നമസ്കാരം സാർ. നമസ്കാരം. എന്താ സുന്ദരേശ? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. സത്യം പറയാലോ സാർ, സാർ ഇത്ര വലിയ ആളാണെന്ന് ഞാൻ കരുതിയില്ല. മനസ്സിലായില്ല. ഇത്തവണത്തെ ഓണാഘോഷത്തിന് വായനശാലയുടെ നാടകം എഴുതി കൊടുത്തത് സാറാണല്ലേ? ഇതാര് പറഞ്ഞു? ഞാനിപ്പോ രാവിലെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലെ ഒരു ചായ കുടിക്കാൻ കയറിയതാ. അപ്പോഴാ വായനശാലയില് നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുന്ന കാര്യം കൃഷ്ണൻകുട്ടി പറഞ്ഞത്. എന്നാ പിന്നെ അതൊന്ന് കണ്ടു കളയാന്ന് കരുതി ഞാൻ വായനശാലയിലേക്ക് ചെന്നു. അപ്പോഴവിടെ റിഹേഴ്സൽ തകർത്ത് നടക്കുക. എന്റെ പൊന്ന് സാറേ, എന്തൊരു നാടകമാ! ഞാൻ അന്തം വിട്ട് കണ്ടു നിന്ന് പോയി. ഒന്ന് നിർത്തു. ബാക്കി പറയുന്നതിന് മുമ്പ് ഒരാളെ കൂടി വിളിക്കാനുണ്ട്. ഭാമേ, പറഞ്ഞോളൂ. കുറച്ചു നേരം നാടകം കണ്ട് ഞാൻ അന്തം വിട്ടു നിന്നുപോയി. ഓ സാറേ, അതിലെ ഡയലോഗ് ഒന്ന് കേൾക്കണമല്ലേ? സത്യം ചങ്കി തറയ്ക്കുന്ന നല്ല തകർപ്പൻ ഡയലോഗ്. ഞാൻ കരുതിയത് ഏതോ വലിയ നാടകക്കാർ എഴുതിയ നാടകമാണെന്നാ.
അപ്പൊ പുറത്തു നിന്ന് ബാർബർ ചന്ദ്രനോട് ഞാൻ ചോദിച്ചു ആരാ ഈ നാടകം എഴുതിയെന്ന്. അപ്പൊ ചന്ദ്രനാ പറഞ്ഞത് നാടകം മോഹനകൃഷ്ണ സാർ എഴുതിയാണെന്ന്. ആഹാ സാറേ, സാറിന് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. സാറ് ഞങ്ങളൊക്കെ വിചാരിച്ചാലും വലിയ ആളാ. സുന്ദരേശൻ പറയുന്നത് ഞാൻ എഴുതിയ നാടകത്തെ പറ്റിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. സാറേ, അത്രയും നല്ലൊരു നാടകം എഴുതിയ സാറിനെ നേരിട്ട് കണ്ട് അഭിനന്ദിച്ചില്ലെങ്കിൽ മര്യാദകേടാണല്ലോ എന്ന് കരുതിയാ ഞാൻ വന്നത്. സുന്ദരേശന് വിവരമുണ്ട്, നമ്മുടെ നാട്ടിലെ പലർക്കും വിവരമുണ്ട്. പക്ഷേ വിവരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ചിലർക്ക് ഞാൻ എഴുതിയ നാടകത്തോട് വലിയ മതിപ്പില്ല. എന്തിയാ? അതാരാ സാറേ? ആ നാടകം കൊള്ളില്ല എന്ന് പറഞ്ഞവരെ ചൂരലിനടിക്കണം. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു നാടകം അമ്മയാണ് ഞാൻ കണ്ടിട്ടില്ല. സുന്ദരേശൻ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള നാടകങ്ങൾ എന്താ? സുന്ദരേശൻ കണ്ടിട്ടുള്ളതോ വായിച്ചിട്ടുള്ളതോ ആയ 4-5 നാടകങ്ങളുടെ പേര് പറയൂ എന്ന്. അതിപ്പോ നമ്മൾ ഒരുപാട് നാടകം കാണാൻ പോകും, അതിന്റെയൊക്കെ പേര് ഓർത്ത് വയ്ക്കാൻ പറ്റുമോ? ഉള്ളത് പറയാലോ സാറേ, എനിക്ക് ഭയങ്കര മറവിയാ. ഈ പേരൊക്കെ ഞാൻ അങ്ങ് മറന്നു. സുന്ദരേശന്റെ അച്ഛന്റെ പേരെന്താ? ബാഹുലേൻ. അത് ഓർമ്മയുണ്ടല്ലോ. പിന്നെ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. അതെന്തിനാ സാറേ വക്കീൽ എന്റെ അച്ഛന്റെ പേര് ചോദിച്ചത്? സുന്ദരേശ, നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങിയപ്പോൾ അവൾ സുന്ദരേശന്റെ അച്ഛന്റെ പേര് ചോദിച്ചു. ഇനി ഓണാഘോഷത്തിന് നാടകം കളിച്ചു കഴിയുമ്പോ അവൾ ഈ നാട്ടുകാരുടെ മുഴുവൻ അച്ഛന്റെ പേര് ചോദിച്ചു. അതുകൊണ്ട് സുന്ദരേശ പോയിക്കോളൂ. അല്ല പിന്നെ സാറേ, ഞാൻ ആ കേശവൻകുട്ടിയുടെ ഒരു 15 സെന്റ് ഭൂമി വാങ്ങിയായിരുന്നേ. കഴിഞ്ഞ ആഴ്ച ആധാരം നടത്തി. അതൊന്ന് പോക്കുവരവ് ചെയ്യാൻ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. ആധാരത്തിന്റെ അസലും പകർപ്പും മുന്നാധാരത്തിന്റെ പകർപ്പും അപേക്ഷയോടൊപ്പം ഉണ്ടാവണോ? ശരി സാർ. ഭാമേ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുക എന്ന് നീ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ നീ ചെയ്തത് അതാണ്. ഞാൻ എഴുതിയ നാടകത്തെ പറ്റി മാധവന് കുട്ടി നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ പറയുന്നു ഫോണിലല്ലേ പറഞ്ഞത്, നീ കേട്ടില്ല എന്ന്. ഇപ്പൊ സുന്ദരേശൻ നേരിട്ട് വന്ന് എന്റെ നാടകത്തെ പറ്റി പുകഴ്ത്തി പുകഴ്ത്തി പറയുന്നത് നീ കേട്ടല്ലോ. കേട്ടു. ഇനിയെങ്കിലും നീ അസൂയ മാറ്റിവെച്ചിട്ട് എന്നെ അംഗീകരിക്കാനുള്ള മനസ്സ് കാണിക്കണം. നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ ഉണ്ടായിട്ടും വായനശാലക്കാർ ഒരു നാടകം എഴുതിക്കാൻ കെ മോഹനകൃഷ്ണ സാറിന്റെ അടുത്താണ് വന്നത്. ഞാൻ എഴുതിയ നാടകം അതിഗംഭീരമായിരുന്നുവെന്ന് സുന്ദരേശൻ ഇവിടെ വന്ന് പറഞ്ഞ് നീ കേട്ടല്ലോ. സുന്ദരേശൻ വന്നത് നാടകം നല്ലതാണ് എന്ന് പറയാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സുന്ദരേശനെ എത്രയോ കാലങ്ങളായിട്ട് അറിയാൻ മോനേട്ടാ. ഒരു നാടകത്തിനെ പറ്റി അഭിപ്രായം പറയാനുള്ള സാമർഥ്യമൊന്നും സുന്ദരേശന് ഇല്ല. അത് നീ തീരുമാനിച്ച പോരല്ലോ. സുന്ദരേശൻ വേറെ എന്തെങ്കിലും പറഞ്ഞു? പറയാൻ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. സുന്ദരേശൻ കേശവരുടെ സ്ഥലം വാങ്ങിയായിരുന്നു. ആ സ്ഥലത്തിന് പോക്കവർ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് ഒറിജിനൽ കാര്യം. സുന്ദരേശന് ആധാരം പോക്കുവരവ് ചെയ്യണം. അതിന് മോഹനേട്ടനെ വന്ന് കാണാനിരിക്കുമ്പോഴാണ് നാടകത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ പിന്നെ വേഗം ഇങ്ങോട്ട് വന്ന് നാടകത്തെ കുറിച്ച് 4 ഡയലോഗ് അങ്ങ് പറഞ്ഞു. സുന്ദരേശൻ വിചാരിച്ചത് കൃത്യമായിട്ട് അങ്ങ് നടന്നു. അയാളുടെ പോഴത്തിൽ മോഹനേട്ടൻ വീണ് പോക്കുവരവ് ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ പുകഴ്ത്തിയത് കൊണ്ട് പോക്കവരവ് ചെയ്ത് കൊടുക്കുന്ന ആളല്ല ഞാനെന്ന് സുന്ദരേശൻ അറിയാലോ. അതും ശരിയാണ്. പക്ഷേ വില്ലേജ് ഓഫീസർ ഒന്ന് സോപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വിശേഷം ഉണ്ടാവുന്ന സുന്ദരേശൻ അറിയാലോ. അറിഞ്ഞൂടെ? എന്റെ മോഹനേട്ട, സുന്ദരേശന്റെ ആ വരവിന്റെ പിന്നിൽ ആ ഒരൊറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം ഭർത്താവിനെ നാട്ടുകാർ അംഗീകരിക്കുകയും പുകഴ്ത്തുകയൊക്കെ ചെയ്യുമ്പോ സാധാരണ ഭാര്യമാർ അതിൽ അഭിമാനിക്കും. എന്റെ ഭർത്താവ് ഇത്രയും വലിയൊരാളാണല്ലോ എന്നോർത്ത് സന്തോഷിക്കും. പക്ഷെ നീയോ, നിന്റെ മനസ്സിൽ മുഴുവൻ അസൂയ. എന്തിനു മോഹനേട്ടാ? ഞാൻ എന്തായാലും നാടകം എഴുതിയോ വില്ലേജ് ഓഫീസ് ഭരിച്ചോ മോഹനേട്ടനോട് മത്സരിക്കാൻ വരുന്നില്ല. എന്റെ തൊഴിലിൽ എന്നോട് മത്സരിക്കാൻ മോഹനേട്ടനൊട്ട് കൊള്ളുകയില്ല. പിന്നെ എന്തിനാണ്
എനിക്ക് മോനോട്ടോട് അസൂയ? ഞാൻ പറഞ്ഞല്ലോ മോനോട്ടാ, നാടകം കളിക്കട്ടെ, നാട്ടുകാരെല്ലാം കാണട്ടെ, എന്നിട്ട് അറിവുള്ളവർ അഭിപ്രായം പറയട്ടെ. അതുവരെ എന്റെ മോനോടൊന്ന് ക്ഷമിക്കേ. ചെല് നാടകത്തിന്റെ പേരിൽ അഭിനന്ദിക്കാൻ അടുത്ത ആൾ വിളിക്കുന്നതായിരിക്കും. വെറുതെ കിട്ടുന്ന ഒരു അഭിനന്ദനമല്ലേ, കുറച്ചുപോലും വേസ്റ്റ് ആക്കണ്ട. ചെല്. ഹലോ, അതെ. എന്താ സുകുമാരാ? ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ 3 ദിവസം എടുക്കുമെന്ന്. ഇപ്പൊ വേണം എന്ന് നിങ്ങൾ പറയുമ്പോ എടുത്തരാനുള്ള അല്ല സർക്കാർ രേഖ. ശരി, സുകുമാർ കണ്ടോ? നന്നായി. എങ്ങനെയുണ്ട്? അയ്യോ, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയാ. ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴി വായനശാല വഴി വരാം. ശരി. ഇപ്പൊ വിളിച്ചാരെന്നറിയാമോ? KSRTC ഡ്രൈവർ സുകുമാരൻ. സുകുമാരൻ ഇപ്പോ വായനശാലയിൽ വെച്ച് നാടകം കണ്ടു. സുന്ദരേശൻ പറഞ്ഞതിനേക്കാൾ വലിയ അഭിപ്രായമാണ് സുകുമാരൻ പറഞ്ഞിരിക്കുന്നത്. സുകുമാരന്റെ ആവശ്യം എന്താ മോനോട്ടാ? കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആണോ അതോ വരുമാന സർട്ടിഫിക്കറ്റ്? പറഞ്ഞു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് 3 ദിവസം കഴിഞ്ഞ് നൽകുമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ. അപ്പൊ അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നു. വില്ലേജ് ഓഫീസർ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ സാധിക്കേണ്ടവർ നിരന്തരമായി വിളിച്ച് നാടകം നല്ലതാണ് എന്നിങ്ങനെ അഭിപ്രായം പറയും. അത്രയല്ലേ ഉള്ള കാര്യം. അതല്ല സത്യം എന്ന് നിനക്ക് വൈകുന്നേരം മനസ്സിലാവും. എന്റെ ഷർട്ട് മുഴുവൻ തേച്ച് വയ്ക്കുക. എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ പോണം. ഓഫീസിലേക്ക് പോകുന്ന വഴി വായനശാല കയറി എന്റെ നാടകത്തിന്റെ റിഹേഴ്സൽ ഒന്ന് കാണാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഒട്ടും താമസിക്കേണ്ട. ഷർട്ട് മുഴുവൻ നല്ല ഭംഗിയായി വടിവത്തി ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ലോക പ്രശസ്ത നാടകത്ത് നേരെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് പൊയ്ക്കോളൂ. നമസ്കാരം. മോഹനേഷ് സാറില്ലേ? സാർ ആഫീസ് പോകാൻ റെഡി ആവണോ? എന്താ വിധം രാവിലെ? ഓഹോ, ഒന്നും പറയണ്ടേ വക്കീലേ. നമ്മുടെ കള്ള് ഷാപ്പ് നടത്തുന്ന ജോണിക്കുട്ടി ഒരു പുതിയ വീട് വെക്കാൻ തുടങ്ങിയായിരുന്നു. അവന്റെ കയ്യിൽ അതിനു വേണ്ടി മാത്രം കാശൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവന് ചിലപ്പോൾ ലോൺ എടുക്കേണ്ടി വരും. അങ്ങനെ ബാങ്കിൽ ചെന്നപ്പോ അവര് കുറേ കടലാസ് ചോദിച്ചു. അങ്ങനെ കടലാസുകളൊക്കെ നോക്കി വന്നപ്പോഴാ സർവേ നമ്പറിൽ ചെറിയൊരു കുഴപ്പം. ജോണിക്കുട്ടിയുടെ അപ്പച്ചന്റെ ഭൂമിയായിരുന്നത്. അത് ജോണിക്കുട്ടിക്ക് ഇഷ്ടദാനം കൊടുത്തതാണ്. അങ്ങനെ ഇഷ്ടദാനം എഴുതിയത് കൊണ്ട് സർവേ നമ്പറിലെ കുഴപ്പം അന്ന് ആരും ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോ ഈ 2 സർവേ നമ്പറുകളും ഒന്നാണെന്നുള്ളത് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയേ പറ്റൂ. നമ്മുടെ മോനയുടെ സാറിന് ജോണിക്കുട്ടി നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് തരുന്നതിലൊരു പ്രശ്നം കാണൂലല്ലോ എന്ന് പറയാൻ പറ്റില്ല ഉത്തമ. രാവിലെ മുതലേ മോഹനയുടെ ഭയങ്കര ദേഷ്യത്തിലാ. അയ്യോ, ഈ അവസ്ഥയിൽ ഉത്തമൻ വന്ന് സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യം സംശയമാണ്. അയ്യോ, എന്ത് വെക്കില്ലേ പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാവുന്നു? ഒരു പ്രശ്നമില്ല. പ്രശ്നം നാടകമാണ്. നാടകത്തിന്റെ ആന്ന് ഓണാഘോഷത്തിന് വായനശാലക്കാരുടെ വകയായി ഒരു നാടകം കളിക്കാൻ തീരുമാനിച്ചു. കമ്മിറ്റിക്കാര് മോഹനേട്ടനോട് ഒരു നാടകം എഴുതരാമോ എന്ന് ചോദിച്ച് വില്ലേജ് ഓഫീസ് ചെന്നു. മോഹനേട്ടൻ മുൻപിൻ നോക്കാതെ ചാടിക്കയറിയൊക്കെ സമ്മതിച്ചു. ഒറ്റ ദിവസം കൊണ്ട് നാടകം എഴുതി കൊടുക്കുകയും ചെയ്തു. നാടകം വായനശാലയിൽ വെച്ച് വായിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒറ്റയാൾക്കും അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആ നാടകം കളിക്കാൻ പറ്റില്ല എന്ന് എല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചു. അവര് വേറെ ആരോ കണ്ട് വേറൊരു നാടകം എഴുതിപ്പിച്ചു. സംഭവം അറിഞ്ഞതോടെ മോഹനേട്ടൻ ആകെ വിഷമമായി. മോഹനേട്ടന് നാടകം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിഷമാവാതിരിക്കുവോ? പ്രശ്നം അവിടെ കൊണ്ട് തീർന്നില്ല. പകരമായിട്ട് എഴുതിയ നാടകം ഇന്നലെ റിഹേഴ്സൽ ചെയ്തു തുടങ്ങി. എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമാണ് ആ നാടകത്തിനെ കുറിച്ച്. നാടകത്തിന്റെ റിഹേഴ്സൽ കാണുന്നവരൊക്കെ ഫോൺ ചെയ്ത് മോഹനേട്ടനോട് നല്ല നാടകമാണെന്ന് പറയും. പിന്നെ മോഹനേട്ടന് ദേഷ്യം വരാണ്ടിരിക്കുവോ? മോഹനേട്ടന്റെ നാടകം ചവറ്, പുതിയ നാടകം അസൽ, അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
പുതിയ നാടകം എഴുതിയവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ കൈയും കാലും തല്ലി ഓടിക്കാനിരിക്കുകയാണ് ഇപ്പൊ മോഹനേട്ടൻ. മോഹനേട്ടനെക്കാട്ടിലും കേമനായ ഒരാൾ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ മോഹനേട്ടന്റെ സ്വഭാവം. സാറിന്റെ സ്വഭാവം എനിക്കറിയാവുന്നത് പോലെ വേറെ ആർക്കറിയാൻ വക്കീലേ. പക്ഷെ ഈ പ്രശ്നത്തിൽ മോഹനേട്ടൻ സാറ് എന്റെ അടുത്ത് ദേഷ്യപ്പെടില്ല എന്ന് മാത്രമല്ല, ജോണിക്കുട്ടിയുടെ സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ ശരിയാക്കി തരികയും ചെയ്യും. അതെങ്ങനെ ഉത്തമ? എനിക്ക് വക്കീലിന്റെ അത്ര ബുദ്ധിയൊന്നും കാണൂല. പക്ഷേ എന്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. സാറിന്റെ നാടകം ഒഴിവാക്കിയെന്ന് പുതിയ ആളിന്റെ കാര്യം തീരുമാനിച്ചു എന്നുള്ള വിവരം വക്കീല് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ വായനശാലയിൽ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകം ആരാണ് എഴുതിയതെന്ന് എനിക്ക് അറിയില്ല. വക്കീലിന് പിടികിട്ടിയല്ലോ. ബാക്കി ഞാൻ ഏറ്റവും ഇപ്പൊ ശരിയാക്കി തരാം. ശകേലം മാറിയുള്ളൂ. ഈശ്വര, എല്ലാം ശരിയായ മതിയായിരുന്നു. പാവ ഉത്തമൻ. ഉത്തമനെയും ജോണിക്കുട്ടിയും ദൈവമേ രക്ഷിക്കണേ. സാറേ, നമസ്കാരമുണ്ട് സാർ. സാർ നേരത്തെ ഇറങ്ങിയോ? കുറച്ച്. എനിക്ക് ആഫീസിൽ പോകുന്നതിന് മുമ്പ് വേറെ സ്ഥലത്ത് പോകാനുണ്ട്. ഉത്തമൻ എന്തിനാ വന്നത്? അല്ല, പിന്നെ ഈ പറഞ്ഞു വരുമ്പോ ഞാൻ വെറും ഒരു 10ാം ക്ലാസ്സുകാരനാണേ. എനിക്ക് അത്രയ്ക്ക് ലോകവിവരമൊന്നും ഇല്ല. സാഹിത്യവും നാടകവും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഈ കുറച്ചെങ്കിലും അറിയാമെന്നുള്ളത് ഈ സിനിമയാണ്. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഒക്കെ എല്ലാ സിനിമയും ഞാൻ കാണും. അതുകൊണ്ട് ഈ നാടകത്തെ പറ്റി കൂടുതൽ അറിഞ്ഞൂടെങ്കിലും ഒരു നാടകം കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവരമൊക്കെ എനിക്കുണ്ടല്ലോ സാറേ. നമ്മുടെ വായനശാലക്കാർ ഓണത്തിന് കളിക്കാനുള്ള നാടകത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. പറയൂ. ഉത്തമൻ ആ നാടകം കണ്ടോ? പിന്നെ വായനശാല തകർത്ത് റിഹേഴ്സൽ അടക്കല്ലേ. ഇടയ്ക്ക് ഞാനും കുറച്ചു നേരം അവിടെ പോയി ഇന്ന് കണ്ടു. പക്ഷെ എന്റെ സാറേ, ഉള്ളത് പറയാമല്ലോ. പറഞ്ഞോളൂ. ഇത്രയും തറയായിട്ടുള്ളൊരു നാടകം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഡയലോഗൊക്കെ കേക്കണം, സഹിക്കൂല. നമ്മുടെ നാട്ടിലെ 3ലും 4ലും പഠിക്കുന്ന പിള്ളേര് ഇതിനെക്കാളും നന്നായിട്ട് നാടകം എഴുതും. സത്യം പറയാലോ സാറേ, അത് എഴുതിയവനെ എന്റെ കൺമുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് കുനിച്ച് നിർത്തി നട്ടലിനെ 2 കയറ്റി ചവിട്ട് കൊടുക്കും ഞാൻ. നാടകം ഉണ്ടാക്കാൻ നടക്കുന്നു. ഓ, സത്യമാണ് സാർ, സത്യം. എന്തായാലും ഓണാഘോഷത്തിന് ആ നാടകമാണ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ എഴുന്നേറ്റ് നിന്ന് കൂവു എന്നുള്ള കാര്യം ഉറപ്പാണ്. കൂവലിൽ തീർന്നാ നല്ലത്. മിക്കവാറും മുട്ടയും ചെരിപ്പേറും എല്ലാം കൊള്ളേണ്ടി വരും. ഇത് അത് മോശമാണേ. നേരത്തെ സുന്ദരശി നാടകത്തെ പൂഴ്ത്തി പറഞ്ഞപ്പോ ചോദിക്കാത്ത ഒരു ചോദ്യവും ഉത്തമൻ നാടകത്തെ താഴ്ത്തി പറയുമ്പോ ചോദിക്കാൻ പാടില്ല. ഞാൻ എഴുതിയ നാടകം നല്ലതാണ് എന്ന് എനിക്കറിയാം. എനിക്ക് 10ാം ക്ലാസ്സിൽ തോന്നി ഉത്തമന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. സാറ് എഴുതിയ നാടകോ? അപ്പൊ പിന്നെ വേറൊരാൾ എഴുതിയ നാടകമാണെന്ന് പറഞ്ഞു. വേറെ ആരുമില്ല ഉത്തമ, മോഹനേട്ടൻ തന്നെ എഴുതിയ നാടകോ. ഉത്തമൻ അത് ഇഷ്ടപ്പെട്ടില്ല. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോഹനേട്ടാ? നല്ലത് പറയാൻ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ മോശം പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ലേ? ഉത്തമൻ, ഇനി വില്ലേജ് ഓഫീസിലേക്ക് വാ. ശരിയാക്കി തരുന്നുണ്ട്. വക്കീല് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. സാറേ, സാറേ, വക്കീല് സത്യം പറഞ്ഞ സംഭവം എന്താണ്? ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ തന്നെയാ. നാടകം മോഹനേട്ടൻ തന്നെ എഴുതിയതാ. എന്നാലും മോഹനേട്ടന്റെ നാട്ടിലെ ചവിട്ടി ഓടിക്കുന്നൊക്കെ പറഞ്ഞത് മോശമായി പോയി ഉത്തമ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ? പിന്നെ വക്കീൽ എന്താണ് നേരത്തെ പറഞ്ഞ വേറൊരാൾ എഴുതിയ നാടകമാണെന്ന്? ഉത്തമനല്ലേ പറഞ്ഞത്? വക്കീലായി എന്നെക്കാട്ടിലും ചില കാര്യങ്ങളിൽ കൂടുതൽ ബുദ്ധി ഉത്തമനാണെന്ന് പറഞ്ഞല്ലേ? ഈ ബുദ്ധിയാണ് ഉത്തമൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഉത്തമൻ തൽക്കാലിപ്പിക്കോളൂ. ജോണിക്കുട്ടിയുടെ കാര്യം ആലോചിക്കാം.
ശ്ശോ. ഭഗവാനേ, വക്കീൽ എന്തോന്ന് ചതിയാണ് ഈ ചെയ്തത്. ഇനിയിപ്പൊ അടുത്ത വില്ലേജിലേക്ക് താമസം മാറ്റുന്നതാണ് നല്ലത്. വെറുതെ ഉത്തമനോട് ദേഷ്യം തോന്നണ്ട. അത് ഞാനുണ്ടാക്കിയൊരു നാടകമായിരുന്നു. അങ്ങനെയല്ലാതെ മോഹനേട്ടനോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ ചെയ്തതല്ലേ. ഉത്തമൻ നാടകം കണ്ടിട്ടുമില്ല, മോഹനേട്ടനാണ് നാടകം എഴുതുന്ന അറിയൂല്ല. പലചരക്കടയിലെ മാധവൻ കൊണ്ട് റിഹേഴ്സൽ കണ്ട് മോഹനേട്ടനെ വിളിച്ചത് മോഹനേട്ടനെ വെറുതെ സോപ്പിടാനാണെന്ന് എനിക്ക് ആദ്യം തോന്നിയിരുന്നു. മോഹനേട്ടൻ വലിയ ഓഫീസറല്ലേ, വെറുതെ ഒരു സോപ്പിടലിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് സുന്ദരേശൻ വന്ന് പോക്ക് വരേണ്ട കാര്യം പറയാനേ. പക്ഷെ അതിനു മുന്നേ നാടകത്തെ പൊഴുത്തി മോഹനേട്ടനെ അങ്ങ് സന്തോഷിപ്പിച്ചു. അല്ലാതെ സുന്ദരേശന് ഈ നാടകത്തിനെ പറ്റിക്ക് എന്തറിയാം? അത് കഴിഞ്ഞ് ഡ്രൈവർ സുകുമാരന്റെ ഫോൺ വിളി. ആവശ്യം കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആയിരുന്നേ, പക്ഷെ പറഞ്ഞതോ നാടകത്തിനെ പറ്റി. സുകുമാരൻ വിചാരിച്ചതുപോലെ മോഹനേട്ടൻ പ്രസാദിച്ചു. ഉത്തമന് അത് തന്നെ പറയുമായിരുന്നു. പക്ഷേ മുറ്റത്ത് വെച്ച് ഞാൻ ഉത്തമനെ ഒന്ന് പറ്റിച്ചു. നാടകം വേറെ ആരും എഴുതിയതാണ്, മോഹനേട്ടന്റെ നാടകം അവര് കീറിക്കളഞ്ഞു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ മോഹനേട്ടനെ സന്തോഷിപ്പിക്കാനായി ഉത്തമ നാടകത്തെ പറ്റി മോശം പറഞ്ഞു. മോഹനേട്ടൻ എഴുതിയ നാടകം നല്ലതല്ല എന്നോ മോഹനേട്ടൻ അതിനുള്ള കഴിവില്ല എന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. മറ്റാവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി മനഃപൂർവ്വം മോഹനേട്ടനെ പോഴ്ത്തുന്നവരെ ഒന്ന് സൂക്ഷിക്കണമെന്ന്. അല്ലെങ്കിൽ നാടകം മോശമാണ്. എന്റെ മോഹനേട്ടനല്ലേ എഴുതിയത്. മോഹനേട്ടൻ എഴുതുന്ന പോലെ ഒരു നാടകം എഴുതാൻ കഴിവുള്ള വേറെ ആരുണ്ട് ഈ നാട്ടില്? നിന്റെ ആവശ്യം എന്താണ്? നിന്റെ ആവശ്യം എന്താണെന്ന്. അല്ല, നീ ഇപ്പൊ എന്നെ പൂർത്തിയല്ലോ, അതെന്തിനാണ് എന്ന്. ഞാൻ പുകഴ്ത്തിയതല്ലോ, കാര്യം പറഞ്ഞതല്ലേ. മോഹനേട്ടൻ ഒരു സകലകലാ വല്ലഭനാണെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാണോ? അതൊരു സത്യമല്ലേ. അഭിനന്ദിക്കപ്പെടുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അഭിനന്ദനത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്ന് അന്വേഷിച്ചു വെക്കുന്നതായിരിക്കും ബുദ്ധി. തങ്ങളുടെ കാര്യം സാധിക്കാൻ ആളുകൾ പല അടവും സ്വീകരിക്കുമെന്ന് വില്ലേജ് ഓഫീസർക്ക് ബോധ്യമായ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. ഓണക്കാല കഥകളുമായി കാര്യം നിസാരം തുടരുന്നു.